ഏട്ടനിപ്പം നടക്കുമ്പോൾ വേദനയുണ്ടോ? ഇല്ല. ദീപു പറയുന്നത് കേട്ട് ധന്യയ്ക്ക് ആശ്വാസം തോന്നി. എത്ര ദിവസമായി ഇങ്ങനെ വയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരുവിധം എല്ലാം ഓക്കെ ആയെങ്കിലും ചെറുതായി നടക്കാനൊക്കെ തുടങ്ങിയെങ്കിലും അത് കേൾക്കുമ്പോൾ വിഷമമാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഏട്ടനല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അങ്ങോട്ട് കയറിച്ചെന്ന് വരുത്തി വെച്ചതാണെങ്കിലും ഇതിനൊക്കെ തുടക്കം എന്താണെന്ന് ഓർക്കുമ്പോൾ ഏട്ടനെയും കുറ്റം പറയാൻ തോന്നില്ല. സ്വന്തം പെങ്ങളുടെ ജീവിതം വരുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ ആയിപ്പോകും. സ്വന്തം പെങ്ങൾ വേദനിച്ചിരിക്കുമ്പോൾ അതിന് കാരണമായവരോട് പകരം ചോദിക്കാൻ ഏതൊരു സ്നേഹമുള്ള സഹോദരനും പോകും. തൻ്റെ അമ്മയും ചേട്ടനുമൊക്കെ ചെയ്തത് അത് തന്നെയാണ്. പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ കുറച്ചുകൂടി ശക്തനാണെന്ന് ഓർക്കാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഏട്ടൻ. അത് കണ്ട് വീണ്ടും വേദനിക്കുന്നത് ഞാൻ. ഇനി ഒരിക്കലും അത്തരം വേദനകൾക്ക് അവസരമുണ്ടാകാതെ ഇരിക്കാനാണ് ഉള്ളിലെ വേദനയൊന്നും തന്നെ പുറമേ കാണിക്കാത്തത്. താൻ സങ്കടപ്പെടുന്നത് ഇനിയും ഇവിടെയുള്ളവർ കണ്ടാൽ ശിവേട്ടനോടോ ഭദ്രയോടോ ഇനിയും പോരിന് പോകും. ഇനി എന്തെങ്കിലും ഇവിടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശിവേട്ടൻ അടങ്ങിയിരിക്കില്ല. സ്വന്തവും ബന്ധവും നോക്കാതെ ജീവൻ വരെ ഇല്ലാതാക്കി കളയും. ധന്യയ്ക്ക് ശിവനെ നല്ല പേടിയുണ്ടായിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി അവനോട് ഒന്നിനും പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണെന്നും അമ്മയും ദീപവും ഇനിയും ഭദ്രയ്ക്ക് നേരെ പോയാൽ എല്ലാം കൂടി ചേർത്ത് ശിവേട്ടൻ പണി തരും. പുറമേ കാണുന്നതിനേക്കാൾ ഭീകരമാണ് ആളുടെ ഉള്ളിലെ സ്വഭാവം. ഇപ്പോൾ തോന്നുന്നു ഭദ്രയ്ക്കല്ലാതെ അയാളെ നിയന്ത്രിക്കാനും സ്നേഹിച്ച് കൂടെ നിർത്താനും കഴിയില്ലെന്ന്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ ഒരു പക്ഷെ കല്യാണം കഴിച്ചിരുന്നേലും ജീവിതം വിചാരിക്കുന്നത് പോലെയൊന്നും മുന്നോട്ട് പോകില്ലായിരുന്നു. വെറുപ്പോടെയല്ലാതെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന് പോലും സംശയമാണ്. പരസ്പരം വെറുപ്പോടെ അധിക നാൾ മുന്നോട്ട് പോകുകയുമില്ലായിരുന്നു. അങ്ങനെ ഒരു ബന്ധം എന്തിനു വേണ്ടിയാണ്? ശിവേട്ടനെ അടുത്തറിയും തോറും പല കാര്യങ്ങൾക്കും വ്യക്തത വരുന്നുണ്ടിപ്പോൾ. ഒരാളെ കല്യാണം കഴിച്ചാൽ മാത്രം പോരല്ലോ, അയാൾക്കിപ്പോൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പിരിയേണ്ടി വരും. താലി കെട്ടിയെന്ന് കരുതി ഒറ്റ ദിവസം കൊണ്ട് ഒന്നും മാറാനും ഒന്നും സംഭവിക്കുകയുമില്ല. ഒരു പക്ഷേ താലി കെട്ടുന്നതിന് മുൻപത്തേക്കാൾ വെറുപ്പോടെ ജീവിക്കേണ്ടി വരും. പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കാൻ കഴിയാതെ ഒരു മുറിക്കുള്ളിൽ രണ്ട് അപരിചിതരെ പോലെ. അതൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ അവസാനിച്ചത് തന്നെയാണ് ശരി. മോളെ ധനി, നിനക്കിപ്പോഴും നല്ല വിഷമമുണ്ടോ അവൻ്റെ കല്യാണം കഴിഞ്ഞതിൽ? ദീപു മടിയോടെയാണ് ചോദിച്ചത്. പക്ഷേ അവളോട് ചോദിക്കണമെന്ന് കരുതി തന്നെയാണ് ചോദിച്ചതും. അവനറിയാം അവളുടെ മനസ്സിൽ എന്താണെന്ന്. എത്രയൊക്കെ പറഞ്ഞാലും വിഷമമില്ലാതെ ഇരിക്കുമോ? അവൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള വാർത്ത അറിഞ്ഞതു മുതൽ അവൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെയാണ്. അവളുടെ ഇരിപ്പും ആലോചനയുമൊക്കെ അങ്ങനെ തന്നെയാണ്. അവരൊരുമിച്ച് ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ പോലുമില്ലാത്ത വിഷമമാണ് അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക്. ഒരുപക്ഷെ അവൾ പ്രതീക്ഷിച്ചു കാണും അവൻ തിരികെ വരുമെന്ന്. അവളുമായുള്ള കല്യാണത്തിന് ഒഴിയാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച വഴിയാണ് ഭദ്രയുമായുള്ള ബന്ധമെന്ന്. മറ്റൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നെന്നും ഇനി അവളോടൊപ്പമാണ് താമസമെന്നും ധന്യ കരുതി കാണും ഇതൊക്കെ ഒരു നാടകമാണെന്ന്. എപ്പോഴെങ്കിലും ഇതൊക്കെ അവൾക്ക് തെളിവോടെ അറിയാൻ കഴിയുമെന്ന്. അതുവരെ ഇതൊക്കെ ഉള്ളെന്ന്. ആദ്യമൊക്കെ ഞാനും അങ്ങനെയാണ് കരുതിയത്. പക്ഷേ പിന്നെ പിന്നെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലായി ഭദ്ര അവന് വെറുമൊരു പെണ്ണല്ലെന്ന്. അവൻ സ്നേഹിച്ച് കൂടെ കുട്ടികൾ തന്നെയാണെന്ന്. അതിനും അപ്പുറം ആ കാര്യത്തിന് ഒരു മറുപടി ഇല്ലായിരുന്നു എങ്ങു നിന്നും. ഇനി ചോദിച്ചതിന് ഉത്തരം പറയാതെ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. സങ്കടം ഇല്ലേന്ന് ചോദിച്ചാൽ ഉറപ്പായുമുണ്ട്. മോളെ, ഏട്ടനൊരു വേണ്ട, ഇനി ഒന്നും വേണ്ട. നമ്മൾ അവളുടെ കാര്യത്തിൽ ഇടപെടാനേ പോകണ്ട. അമ്മയോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ശിവേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു, ഒപ്പം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരു ഉറപ്പുമില്ലാത്ത ബന്ധത്തിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം സ്നേഹം ഒരിക്കലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന്. അങ്ങനെ പിടിച്ചു വാങ്ങി കൈയടക്കി വെച്ചാൽ തന്നെ അതിനധികം ആയുസില്ലെന്ന്. ഏത് നിമിഷവും അതെന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്തിനാ ഏട്ടാ അങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വേണ്ടേ ജീവിതകാലം മുഴുവൻ എനിക്കൊപ്പം നിൽക്കാൻ? അല്ലാതെ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെയാണോ ഞാൻ സ്നേഹിക്കേണ്ടതും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കേണ്ടതും? ഒരായുസ് മുഴുവൻ ആ വ്യക്തിക്കൊപ്പം ഞാൻ ജീവിക്കണ്ടേ? ഇനി ഏട്ടൻ പറ, അങ്ങനെ ഒരാളുടെ കൂടെ വേണോ ഞാൻ ജീവിക്കാൻ? ഒരിക്കലും സന്തോഷമില്ലാത്ത ഒരു ജീവിതം വേണോ ഞാൻ ജീവിച്ചു തീർക്കാൻ? അല്ല. അവൻ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് പോലും നിൽക്കാതെ ഉടനടി അവളോട് പറഞ്ഞതും അവളുടെ മുഖം തെളിഞ്ഞു. ഏട്ടനെ കാര്യങ്ങൾ ഇനിയും പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ശിവേട്ടനെതിരെ പെങ്ങളുടെ സങ്കടം കണ്ടു പോകും. ഇനി ഒരിക്കലും അവരുടെ കാര്യത്തിൽ ഇവിടെയുള്ള ആരും തന്നെ ഇടപെടാൻ പാടില്ല. അവരായി അവരുടെ പാടായി
താൻ എന്തായാലും ഇനി ശിവേട്ടനെ ഓർത്ത് കാലം കഴിക്കാനൊന്നും പോകുന്നില്ല. അയാൾ ജീവിക്കുന്നത് പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലേക്കും വരും. അയാൾക്കൊപ്പം സന്തോഷമായി ജീവിക്കും ഞാൻ. ഇനി പോയതിനെ ഓർത്ത് കരഞ്ഞിരിക്കാനൊന്നും ഞാനില്ല. ഇനി ഏട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും ശിവേട്ടനോട് വഴക്കിന് പോകില്ലെന്ന്. പ്രത്യേകിച്ച് എൻ്റെ പേരും പറഞ്ഞ്. അവരുടെ ഒരു കാര്യത്തിലും നമ്മളായി ഇടപെടാൻ പോകില്ലെന്ന്. അവൾ കൈ നീട്ടിയതും ദീപു അവളുടെ കൈക്ക് മുകളിൽ തൻ്റെ കൈ വെച്ചു. ഇനി ഒന്നിനും പോകില്ലെന്ന് അവനും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇനി എന്താണെങ്കിലും പോയാൽ ഒരുപക്ഷെ ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് അവനും അറിയാം. ശിവൻ്റെ പവർ എന്താണെന്ന് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവന് മനസ്സിലായിരുന്നു. ബന്ധത്തെക്കാളും സ്വന്തത്തെക്കാളും അവൻ ചിന്തിക്കുന്നത് മുന്നിൽ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്നാണ്. ഇത്രയും നാളത്തെ അനുഭവം കണ്ട് ശിവൻ്റെ ശത്രു ആകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദേഷ്യം വരുമ്പോൾ ഉള്ള അവൻ്റെ പ്രവൃത്തി ഒരുപക്ഷെ അവന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കും. ശരീരത്തിൽ ഇപ്പോഴും ജീവനുണ്ടെന്നത് തന്നെ ഭാഗ്യമാണ്. എനിക്കറിയാം ഏട്ടൻ എനിക്ക് സത്യം ചെയ്തു തന്നാൽ ഇനി ഒരിക്കലും അത് തെറ്റിക്കില്ലെന്ന്. നമ്മൾ ഇനി നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ അവരായി നമ്മുടെ അടുത്തേക്ക് ഒന്നിനും വരില്ല. ഞാൻ എന്തായാലും അയാളെ ഓർത്ത് ജീവിച്ചു തീർക്കാനൊന്നും പോകുന്നില്ല. ഏട്ടൻ അതോർത്ത് പേടിക്കുകയും വേണ്ട. അങ്ങനെയൊന്നും എൻ്റെ ജീവിതം ഞാൻ കളയില്ല. എനിക്ക് പറ്റിയ ഒരാൾ വരുമ്പോൾ അയാളുടെ കൂടെ ഞാൻ ജീവിക്കും. ജീവിച്ച് കാണിച്ചു കൊടുക്കും. എന്തേ, അതുപോരെ? മതി, അത്രയും കേട്ടാൽ മതി. എനിക്ക് ഇനി ഒന്നിനും ഞാനായി പോകില്ല. അവരുടെ ജീവിതം എന്താണെന്നോ എങ്ങനെയാണെന്നോ തിരക്കാനോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാത്തിനും കയറി ഇടപെടാൻ നിന്നാൽ അല്ലേ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ കാര്യം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നീ ഓക്കെയാണെന്ന് അറിഞ്ഞതോടെ എനിക്ക് പകുതി സമാധാനമാണ്. ഇനി ഏട്ടൻ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുന്നത് ഒന്നും ചെയ്തില്ല. അവളെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞതും ധന്യയുടെ മനസ്സിന് ഏറെ നാളായി ഇല്ലാതിരുന്ന ഒരു സമാധാനം തിരികെ കിട്ടിയതുപോലെ തോന്നി. അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. കുറേ ദിവസമായി എങ്ങനെയും ഏട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഇനി ശിവേട്ടന് നേരെ തിരിയാനും ഓരോന്ന് ചെയ്യാനും ഏട്ടനെ സമ്മതിക്കരുതെന്നും കരുതി ഇരിക്കുമായിരുന്നു. അച്ഛനും പ്രത്യേകം പറഞ്ഞിരുന്നു ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ശിവേട്ടൻ ഏട്ടനോട് ചെയ്തതിൻ്റെയൊക്കെ ദേഷ്യം കയറിയിരിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ആദ്യത്തെ ദേഷ്യം മാറി മനസ്സൊന്ന് തണുക്കുമ്പോൾ പോയി സംസാരിക്കാമെന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു അവൾ. ഇന്ന് അതിന് പറ്റിയ ദിവസമാണെന്ന് തോന്നിയതും അവൾ പോയി സംസാരിച്ചതാണ് അവനോട്. ഇപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മനസ്സിൽ കയറ്റിവെച്ച് സമാധാനവും ഉറക്കവുമില്ലാത്ത എത്രയോ രാത്രികളാണ് കടന്നുപോയത്. അമ്മയോട് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഒരുവിധം അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിലും സ്വന്തം വീട്ടുകാരല്ലേ. സ്വന്തം വീട്ടുകാർ ഇങ്ങനെ അകന്നു നിൽക്കുന്നതിൽ എല്ലാത്തിനേക്കാളും വിഷമവുമുണ്ട്. ഇനിയെല്ലാം പഴയ പോലെ ആകുമോ എന്ന് അറിയില്ലല്ലോ. പക്ഷെ ഒന്നും വേണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അമ്മയ്ക്കും. ഏട്ടൻ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഇനിയും നിന്നാൽ മരുന്ന് കഴിക്കുന്ന സമയം മുടങ്ങും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു നേരം പോലും മരുന്ന് മുടക്കരുതെന്ന്. നമ്മളത് കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. നീ അമ്മയെ ഒന്ന് വിളിച്ചേ. കടയിൽ പോയിട്ടിപ്പോൾ കുറേ നേരമായില്ലേ. ഇതുവരെ കണ്ടില്ലല്ലോ. അച്ഛനും ഇവിടെ ഇല്ല. അമ്മ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൂടി കയറിയിട്ടേ വരൂ. ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ അമ്മയെ ഒന്ന് വിളിച്ചിരുന്നു. വരാൻ അല്പം വൈകുമെന്ന് അമ്മ പറഞ്ഞു. ധന്യ പറഞ്ഞത് കേട്ട് അവനൊന്നും മിണ്ടിയില്ല. വയ്യാതെ വന്നതിൽ പിന്നെ പുറമേ കാണിക്കുന്നില്ലെങ്കിലും അമ്മയുടെ കാര്യത്തിൽ ഉണ്ടവന്. ശിവൻ്റെ മുന്നിൽ എങ്ങാനും പോയി പെട്ടാൽ അവൻ എന്തെങ്കിലും അമ്മയെ ചെയ്യുമോ എന്നൊക്കെ. ഇവിടെ കയറി വന്ന് അമ്മയെ അടിക്കാൻ കാണിച്ച ധൈര്യമാണ്. അവൻ്റെ ഉള്ളിൽ എത്ര ദേഷ്യമുണ്ടാവും അപ്പോൾ. എന്നോടുള്ളതിനേക്കാൾ പക അവൻ അമ്മയോടാകും. അമ്മയോടുള്ള ദേഷ്യം കൂടിയാണ് എന്നോട് തീർത്തത്. അമ്മാവനെയൊക്കെ ഓർത്ത് മാത്രം അടങ്ങി നിൽക്കുന്നതാവും അവനൊരു പക്ഷേ. അല്ലേൽ അമ്മയെയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ആലോചിക്കുമ്പോൾ ധന്യ പറയുന്നത് തന്നെയാണ് ശരി. അവളുടെ കാര്യത്തിൽ ഇനി ഇടപെടാൻ പോയാൽ ശിവൻ ഇപ്പോൾ കാണിച്ച ഔദാര്യം പോലും ഇനി കാണിച്ചെന്ന് വരില്ല. ജീവനോടെ ബാക്കി വെക്കില്ലവൻ. കണ്ടതാണ് അവൻ്റെ കണ്ണിലെ പക. അതിൽ തന്നെ ഇല്ലാതാക്കാനുള്ള വെറിയുണ്ടായിരുന്നു. ഇനി അവൻ ക്ഷമിക്കില്ല. പ്രത്യേകിച്ച് അവൻ്റെ ഭദ്രയെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അവൻ ഒട്ടും അടങ്ങിയിരിക്കില്ല. കഴിഞ്ഞ പെണ്ണെ, ഇറങ്ങാം. ദാ വരുന്നു ശിവേട്ട. ഈ ബാഗും കൂടി എടുത്തോട്ടെ. ശിവനും ഭദ്രയും കൂടി പുറത്തേക്കൊന്നിറങ്ങുവാണ്. പകലൊക്കെ ചുട്ടുപൊള്ളുന്ന വെയിലായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങി നടപ്പ് പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇറങ്ങാമെന്ന് കരുതി രണ്ടാളും. ഒരു ബ്ലാക്ക് കളർ ചുരിദാറാണ് അവളുടെ വേഷം. അവളുടെ നിറത്തിന് അത് നന്നായി ഇണങ്ങിയിരുന്നു. അതിന് ചേരുന്ന വളയും പൊട്ടും തലയിൽ ചെറിയ ക്രാബും കൂടി ഇട്ടതും കൂടുതൽ എടുപ്പ് തോന്നി. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ അവനോടൊപ്പമുള്ള പുറത്തുപോക്കാണ്. എത്ര ഒരുങ്ങിയിട്ടും അവൾക്ക് മതിയാവുന്നില്ലായിരുന്നു. ഇനിയും നിന്നാൽ അവൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി അവൻ വിളിച്ചു പോയതിന് പിന്നാലെ ബാഗുമെടുത്ത്
അവൾ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങും മുന്നേ ഒരിക്കൽ കൂടി കണ്ണാടിയിലേക്കൊന്ന് നോക്കി തൃപ്തി വരുത്തി. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വന്ന് നിറയുന്നുണ്ടായിരുന്നു. അടുത്ത പാർട്ട് മൺഡേ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റോറി ഇല്ല. കഥ കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, കമൻറ്റ് ചെയ്യണം.